തന്നെ ഒളിച്ചോടിയത് ആരെന്നാണല്ലോ. ഒളിച്ചോടിയത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾ, സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ്, അതിനെ നക്ഷത്രമില്ലാത്ത ഇതിലേക്ക് മാറ്റിയത് കാണുമ്പോൾ തന്നെ ഒളിച്ചോടിയത് ആരാണെന്ന് അറിയാലോ. കേരള സമൂഹത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ ആണോ പറഞ്ഞത്? ADGPയുടെ RSS ബന്ധം, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട്, ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർക്കാരിനെ സംബന്ധിച്ച് RSSുമായിട്ടുള്ള ചങ്ങാത്തും വർഗീയത മുഖമുദ്രയാക്കിയ ഈ സർക്കാരിനെയും CPMനെയും തുറന്നു കാണിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ അതിനെ സ്പീക്കറുടെ ഓഫീസിലുള്ള ഒരാൾ നേരിട്ട് ചെന്നിരുന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുന്നത് ഭയം അല്ലെങ്കിൽ പിന്നെന്താ? കേരളത്തിന്റെ നിയമസഭയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്ത പ്രശ്നങ്ങളാണ്. എന്താ പറഞ്ഞത്? ആ ചർച്ചകൾക്ക് വലിയ പ്രസക്തിയില്ലെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി, എന്താ വെച്ചാൽ വടകര പോലെ സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ മുൻപുണ്ടായിട്ടുള്ള ഒരു നാട്ടിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് വർഗീയത ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നോക്കിയ വർഗീയ പാർട്ടി, ആ വർഗീയവാദിയായിട്ടുള്ള പിണറായി വിജയന്റെ നടപടിയെക്കുറിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ചർച്ച വരാൻ പാടില്ല എന്ന് ഭയന്ന് കണ്ടം വഴി ഓടിയത് ആരാ? ഈ സർക്കാരല്ലേ. ഈ തൃശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ വരരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാ? ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ? ഭീരുത്വം കാണിച്ച് ഒളിച്ചോടുകയായിരുന്നില്ലേ? അങ്ങനെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ ADGPയും RSSുമായിട്ടുള്ള ബന്ധം നോക്കൂ. ഇന്നലെ അതിന്റെ ഉത്തരവിറങ്ങി. ഒരു സാധാരണ നടപടിക്രമം പോലെ ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ ഇത്രയും വിവാദമായ വിഷയം സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായി. CPI പോലും അവസാനം മുണ്ടുമടക്കി നിന്നിട്ട് മറ്റൊരു ഗത്യന്തരമില്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്ന ആ ഒരു വിഷയത്തിൽ പോലും RSS എന്നുള്ളൊരു പേര്, RSSനെ കണ്ടത് ചട്ടവിരുദ്ധമാണ്. ആ ചട്ടവിരുദ്ധമായിട്ടുള്ള ADGPയുടെ നടപടി പോലീസ് സേനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമാണ്. ഈ രാജ്യത്തിന്റെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഓം ബിർളയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭയം കൊണ്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഭയം കൊണ്ട് മുട്ടുവിറയ്ക്കുന്ന ഓം ബിർള. കേരളത്തിലെ ഓം ബിർളയല്ലേ ഷംസീർ? കേരളത്തിലെ ഓം ബിർളയല്ലേ സർക്കാരിന് വേണ്ടിയിട്ട്, സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അവിഹിതമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ ജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയന് പാദവ സേവ ചെയ്യുന്ന ഒരു സ്പീക്കർ ഇരിക്കുന്നിടത്ത് ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടേ? ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടേ? അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് മനഃപൂർവ്വമായിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത് ഈ സർക്കാരിന്റെ തന്ത്രമാണ്. എന്താ? ഈ സർക്കാരിന് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടണം. ചർച്ച ചെയ്യാമെന്ന് 12 മണിക്കാണല്ലോ ചർച്ച വെച്ചിരുന്നത്. ആ 12 മണിക്കുള്ള ചർച്ചയ്ക്ക് എന്തിനാ അതിനു മുമ്പ് 10 മണിയായപ്പോ സഭ പിരിച്ചുവിട്ടത്? 12 മണിക്ക് ചർച്ച ചെയ്യാമല്ലോ. ആ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയോ? ആ ചർച്ച പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് അവകാശങ്ങൾ കവർന്നെടുത്ത് പിണറായി വിജയന് വേണ്ടി കുഴലൂതുന്ന ഒരു സ്പീക്കറിന്റെ പക്ഷപാതിത്വവും ജനാധിപത്യ വിരുദ്ധതയും തുറന്നു കാണിക്കാനുള്ള ബാധ്യത ആ പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷം ആ രീതിയിൽ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി ഇത്തരത്തിൽ വിഭാഗീയമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പക്ഷപാതത്വത്തോട് വരുന്ന ആ സ്പീക്കറുടെ മുമ്പിൽ ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? എന്ത് ചർച്ചയെ കുറിച്ചാണ് പറയുന്നത്? പക്ഷെ അതെല്ലാം ഇതുകൊണ്ട് ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ നിലവാരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് സഭ കണ്ടത് കേരളം കണ്ടല്ലോ. ഇതാണ് സ്വയം ഡിഫെൻസീവിലാവുമ്പോൾ, മറുപടി ഇല്ലാതെ ആവുമ്പോൾ ചോദിക്കാൻ. ഇപ്പൊ ഒരാള് മലപ്പുറത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ്, ഉന്നയിക്കപ്പെട്ട ഒരു വിഷയങ്ങൾക്കും മറുപടിയില്ല. പകരം തങ്ങൾക്ക് തോന്നുന്ന കാര്യം മാത്രം പറയണമെന്ന് വെച്ചാൽ ആ മൈതാന പ്രസംഗം നടത്തേണ്ട വേദിയല്ല നിയമസഭ. നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഉയർത്തപ്പെടേണ്ട എന്ന് രാഷ്ട്രീയ അഭിപ്രായമുണ്ടോ? കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വിഷയങ്ങൾ മാറ്റം സഭയാരേഖയിൽ നിന്ന് മാറ്റുകയും അതിന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലവാരമില്ലാത്ത എല്ലാ ഭാഷയും അതിൽ നിലനിർത്തുകയും ചെയ്യുന്ന ജനാധിപത്യ മര്യാദയ്ക്ക് ലംഘിക്കുന്നതാണോ? അതിനെ പ്രതിഷേധിക്കണ്ടേ? ആ പ്രതിഷേധത്തിന്റെ മറവിൽ സ്പീക്കർ ചെയ്യുന്നത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ്. കാരണം സ്പീക്കർക്ക് അതിനകത്ത് ഉദ്ദേശമുണ്ട്. RSS ഈ രാജ്യത്തെ ഒരു പ്രധാന സംഘടനയാണെന്ന് പറയുന്ന സ്പീക്കർക്ക് RSSന് വേണ്ടിയുള്ള വിട്ടുപണി കേരളത്തിന്റെ നിയമസഭയിൽ ചെയ്യണം. കേരളത്തിൽ BJPക്ക് ഒരു അംഗമില്ല. കേരളത്തിന്റെ നിയമസഭയിൽ BJPക്ക് ഒരു അംഗമില്ലാത്തപ്പോൾ
ആ റോള് സ്പീക്കർ ഷംസീർ ഏറ്റെടുത്തു. RSSനെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാന സേവക സംഘടനയായി കാണുന്ന, RSSനെ ആരാധിക്കുന്ന ഷംസീർ RSSന്റെ പണി ഏറ്റെടുത്തു. ആ സ്പീക്കർ ആ പണി ഏറ്റെടുത്ത് കേരളത്തിന്റെ നിയമസഭ അത് ചെയ്തു. എന്തിനു വേണ്ടി? തന്റെ മുതലാളിയായിട്ടുള്ള RSSന് തിണ്ണനിറങ്ങിയായിട്ടുള്ള കേരളത്തിലെ RSSന്റെ സർസംഘചാലക്ക് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച നാടകം ഇന്ന് നിയമസഭയിൽ കണ്ടു. ഞങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോരാടും, ഒരു സംശയവും വേണ്ട. നിലവാരമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിലവാരമില്ലാത്ത അഴിമതിക്കാരനായ, സ്വർണ്ണ കള്ളക്കടത്തുകാരനായ, സ്വർണം പൊട്ടിക്കലുകാരനായ RSSന് വേണ്ടി കേരളത്തെ, മതേതര കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന വഞ്ചകനായിട്ടുള്ള, ഒറ്റുകാരനായിട്ടുള്ള പിണറായി വിജയനെ കേരളത്തിന് നിയമസഭയിൽ തുറന്നു കാണിക്കും. അത് ഏത് അവസരം കിട്ടിയാലും ആ അവസരത്തിൽ തുറന്നു കാണിക്കും. അതിന്റെ ഇങ്ങനെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം, വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം, നിങ്ങൾ തന്നെ അങ്ങോട്ട് RSSന്റെ ചാരന്മാർ അല്ലെങ്കിൽ RSSന്റെ പ്രോക്സികൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നിടത്ത് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ നിങ്ങൾ തന്നെ തുറന്നു കൊണ്ടുവന്ന ഒരു അവസരം നിങ്ങൾ തന്നെ അങ്ങ് അടച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നോ എന്നുള്ളതാണ് ഇന്നത്തെ സഭാ നടപടികൾ കാണുമ്പോൾ ചോദിക്കേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഏത് സമയത്താണ് നിങ്ങൾ സഭ ബഹിഷ്കരിച്ചു പോകുന്നത്? തുടക്കത്തിൽ ചോദ്യോത്തരവേള നിങ്ങൾ ബഹിഷ്കരിക്കുന്നു, സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി ഉണ്ടാകുന്നു. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേരള നിയമസഭയിൽ. പക്ഷെ അത് കഴിഞ്ഞ് ശൂന്യവേള ആരംഭിക്കുന്ന ഘട്ടത്തിൽ, ചരമോപചാരവും കഴിഞ്ഞുള്ള വേളയിൽ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഇതിനിടയിൽ നടന്ന സംഭവവികാസങ്ങളിൽ മൈക്ക് ചോദിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അവിടെ ചെയ്തില്ല എന്ന് മാത്രമല്ല, മറ്റ് കാര്യങ്ങളിലേക്ക് സഭാ നടപടികൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് 12 മണി എന്നുള്ള സമയം, അതും മുൻകൂട്ടി അറിയാവുന്നതാണ്. അതൊക്കെ ഇരിക്കെ തന്നെ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന നിലയിലേക്ക് സഭയിലെ പ്രതിഷേധത്തെ കൊണ്ടുപോവുകയാണ്. സഭാതലത്തിലേക്ക് ഇറങ്ങുന്നു, പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് വന്ന അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതും വിട്ട് സഭാതലത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്പീക്കറുടെ ഡയസോളം എത്തി ബാനറൊക്കെ കെട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ സ്പീക്കറുടേതായ ഡിസ്ക്രിപ്ഷൻ പ്രയോഗിച്ചു. അപ്പൊ നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി കാണുന്നു. അതല്ലേ ഉള്ളൂ ഇപ്പൊ ഈ ചർച്ചയുടെ ഈ വാദം കേൾക്കുമ്പോഴുള്ള രത്ന ചുരുക്കം. റാഷിദേ, നിയമസഭയിലെ കാര്യങ്ങൾ എന്താ? കേരളത്തിലെ പിണറായി വിജയന്റെ RSS ബന്ധം വളരെ കൃത്യമായിട്ട് പുറത്ത് ജനങ്ങൾ അറിയണം. ഈ പറയുന്ന ചോദ്യോത്തരങ്ങൾ അതിനകത്ത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിനെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കി നിയമസഭയ്ക്കകത്ത് അതിനെ സംബന്ധിച്ച് കൊണ്ടുവരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെ കേരളത്തിന് മുമ്പിൽ പിണറായി വിജയൻ RSSന്റെ തിണ്ണതിറങ്ങിയെന്ന് തെളിയിച്ചില്ലേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പിണറായി വിജയൻ RSSന് വേണ്ടിയാണ് കേരളത്തിന്റെ നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് തെളിയിച്ചില്ലേ? സ്വന്തം ADGP മാറ്റുന്ന ഉത്തരവിൽ ഈ പറയുന്ന RSSന്റെ വിരുദ്ധം അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായി നടന്നു എന്ന് പോലും പറയാൻ പോലും ഭയക്കുന്ന പിണറായി വിജയനെ ഇന്ന് കേരളം കണ്ടില്ലേ? ഇതിനപ്പുറം എന്താ വേണ്ടത്? കേരളത്തിൽ അനാവൃതമായത് CPMന്റെ RSSുമായിട്ടുള്ള ഒറ്റ ചങ്ങാത്തം, അല്ലെങ്കിൽ അതിന്റെ ഒരൊറ്റ നിറത്തിലേക്ക്, ഒരൊറ്റ ആശയത്തിലേക്ക്, ഒരൊറ്റ രാഷ്ട്രീയത്തിലേക്ക് CPMും RSSും ചേരുന്നത് ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ കാണുകയുണ്ടായത്. അരുൺകുമാറിന്റെ ഇരട്ടത്താപ്പിനെ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു. ഇരട്ടത്താപ്പ് എന്നൊരു ഐറണി കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ഭാഷ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതാണ് എന്തൊക്കെയാ പറയുന്നത്? സഭയുടെ മാന്യത, സഭാചട്ടങ്ങളുടെ മര്യാദ എല്ലാം കാണിച്ചു ഇല്ലേ? അശ്ലീലം വരെ കാണിച്ചാൽ കാണിക്കാൻ പറ്റുമോ? അരുൺകുമാറെ, ഈ പറയുന്ന അശ്ലീലം കാണിച്ച ആള് നിങ്ങളുടെ മന്ത്രിസഭയിൽ മന്ത്രിയാ. നിയമസഭയ്ക്കകത്ത് അശ്ലീലം കാണിച്ച, അടിവസ്ത്രം കാണിച്ച അതിന് മുമ്പിലുള്ള ആ ട്രഷറി ബെഞ്ചിലുള്ള ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിയർപ്പ് ഇപ്പോഴും അവിടെ കിടന്ന് നാറുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ മന്ത്രിയാണ്. നിങ്ങൾ കാണിച്ച ഈ ലോകത്തെ മുഴുവൻ നാണം കെടുത്തിയ പ്രതിഷേധം ഈ ലോകത്തെ മുഴുവൻ കാണിച്ചതാണ് അന്നത്തെ സഭ TV. ഓർമ്മയുണ്ടോ? അന്നത്തെ സഭയില് ഇല്ലേ? നിങ്ങളുടെ പ്രതിഷേധം കാണിച്ചാണ്. എപ്പോഴാ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾക്ക് പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഏറ്റവും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് കോടതിയിൽ CBI റിപ്പോർട്ട് കൊടുത്ത ഒരു കേസ്. അതിൽ ആ മന്ത്രിയും ഇന്ന് നിങ്ങൾ ഒക്കത്ത് വെച്ചോണ്ട് നടക്കുകയാണ്. മനസ്സിലായില്ലേ? അന്ന് കണ്ടതാണ്, ഈ ലോകം കണ്ടാണ്. ഇനി ഒന്ന് നോക്കൂ, റാഷിദ് പറഞ്ഞ എന്താ? പ്രതിപക്ഷ നേതാവിന്റെ ഇത് എക്സ്പെൻഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ സഭാ TV കട്ട് ചെയ്യുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കട്ട് ചെയ്യുന്നു. ഞാൻ ചുമ്മാതാണോ റാഷിദ് കേരളത്തിന്റെ ഓം ബിർള എന്ന് ഷംസീറിനെ വിളിച്ചത്? ഇല്ലേ? ഈ അരുൺകുമാറിന്റെ ആൾക്കാര് നേരെ ആ ലോക്സഭയിലേക്ക് ചെന്ന് നിന്നാൽ നമ്മളൊക്കെ ഒരുമിച്ച് ഓം ബിർള വിമർശിക്കുന്നതല്ലേ ഇത്? അത് ഇവിടെ വരുമ്പോൾ ഇത് നടപ്പാക്കുന്നത് RSSന്റെ സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഞങ്ങളുടെ വാദം അടിവരയിടുന്നതാണ്. മനസ്സിലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെന്താ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്ട് ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാ ഈ ADGP തെറിച്ചത്? ADGP ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറിയാരാ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഈ ഇരുട്ടിന്റെ മറവിൽ
പിണറായി വിജയന്റെ ദൂതുമായി AR അജിത് കുമാർ RSS നേതാക്കന്മാരെ പോയി കണ്ടുവത് നിങ്ങൾ നിഷേധിച്ചു. RSS ഈശ്വരൻ എന്ന് പറയുന്ന നേതാവ് നിഷേധിച്ചു ഇല്ലേ? അവസാനം അതിന്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ നിങ്ങൾക്ക് നിക്കക്കള്ളിയിലാണ്ട് മാറേണ്ടി വന്നു. RSS വേണ്ടി വിട്ടുവേല ചെയ്തതിന്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റിയാണ് ഇന്നലെ ഉണ്ടായത്. എന്നിട്ട് അതാണെന്ന് പോലും പറയാൻ കഴിയാത്ത RSS അടിമത്വം സ്വീകരിച്ച പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇന്ന് വന്നിരുന്നിട്ട് വലിയ ആള് ഇത് പറഞ്ഞ കഴിയോ? അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ അഴിമതിക്കാരനല്ല എന്ന് തോന്നുന്നത്. അങ്ങേർക്കല്ലാതെ മറ്റൊരാൾക്കും അഴിമതിക്കാരനല്ല എന്ന് തോന്നുന്നില്ല. അങ്ങേർക്ക് മാത്രമേ നിലവാരമുണ്ട് എന്ന് തോന്നുന്നുള്ളൂ. സ്വന്തം മകളുടെ പേരിൽ AKG സെന്ററിന്റെ അഡ്രസ് വെച്ച് കള്ളക്കമ്പനി ഉണ്ടാക്കി മാസപ്പടി പിരിച്ച അച്ഛനാണ് പിണറായി വിജയൻ ഇല്ലേ? ആ അച്ഛനാണ് പിണറായി വിജയൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഒരു മരുമോൻ ഇന്ന് വന്നിട്ട് പറഞ്ഞല്ലോ പ്രതിപക്ഷ വ്യക്തിപരമാക്കേണ്ട വല്ലാതെ വ്യക്തിപരമാക്കാതെ നമുക്കുള്ള വിഷയങ്ങളിൽ തന്നെ തർക്കിക്കാനുള്ള വകയുണ്ടല്ലോ. വ്യക്തിപരമൊന്നും അല്ല റാഷിദ്, ഈ കള്ളത്തെ പറയണം. റാഷിദ ഈ കള്ളത്തെ പറഞ്ഞേ പറ്റുള്ളൂ. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് ഭീരുവാണെന്ന്. സ്വന്തം ഭാര്യയുടെ പേരിൽ കള്ളക്കമ്പനി ഉണ്ടാക്കി മാസപ്പടി മേടിച്ച അച്ഛന്റെ വാദം പുറത്തു വന്നപ്പോ തലയിൽ മുണ്ടിട്ട് മാധ്യമങ്ങളുടെ മുന്നിലൂടെ ഒളിച്ചോടിയവനാണ് റിയാസ് ഇല്ലേ? എന്നിട്ട് മറ്റുള്ളവരെ ഭീരു എന്ന് വിളിക്കുന്നു. ഭീരുത്വത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് റിയാസിന്റെ മുഖമാണ്. കാരണം ഈ നാടിനോട് സത്യമെന്ത് പറയാൻ പറ്റാതെ ഒളിച്ചോടി. അൻവർ പറഞ്ഞല്ലോ ആർക്കു വേണ്ടിയാ പിണറായി വിജയൻ ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന്. അത് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ട് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ നിന്ന് വന്ന് സംസാരിക്കാൻ കഴിഞ്ഞോ? അന്ന് ടൂറിസത്തെ കുറിച്ച് സംസാരിച്ചു. ഈ ഭീരുവാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഭീരു എന്ന് വിളിക്കുന്നത്? ഉണ്ടോ? ധൈര്യമുണ്ടോ? നിങ്ങളുടെ പിണിയാളായിരുന്ന, നിങ്ങളുടെ കൈക്കോടാലിയായിരുന്ന അൻവർ ആ കേരളത്തിന്റെ നിയമസഭയിൽ 150 കോടിയുടെ അഴിമതി ആരോപണം പിണറായി വിജയനെതിരെ കൊണ്ടുവന്നു. തെളിയിക്കാൻ പറ്റിയോ? കേരളത്തിലെ വിജിലൻസ് കൊണ്ട് കൊടുത്തില്ല റിപ്പോർട്ട്, ഒന്നുമില്ലാന്ന്. പുനർജനയുടെ പേരിൽ ആരോപണം വന്നു. ഒരു കേസ് നിങ്ങൾക്ക് എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? എന്നിട്ട് ആ VD സതീശന്റെ മാന്യത ഇളക്കാൻ അഴിമതിക്കാരനായ മകളെ വെച്ച് മാസപ്പടി മേടിക്കുന്ന അച്ഛൻ ഇറങ്ങി വന്നാൽ അതിനെതിരെ പ്രതിഷേധിക്കും. ഒരു സംശയവും വേണ്ട. അങ്ങനെ വ്യക്തിപരമായി തന്നെ ഞങ്ങൾ പറയും. ഒരു സംശയവും വേണ്ട. ഈ CPM-ഉം RSS-ഉം BJP ആയിട്ടുള്ള ഐക്യപ്പെടൽ ആശയപരമായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന വിഷയത്തിൽ, ഇനി കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ RSS നിരോധിച്ചതിനെതിരെ സംസാരിച്ച EM ശങ്കരൻ തമ്പുതിരിപ്പാട്ടിലും ആശയപരമായ ഐക്യപ്പെടൽ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ ഐക്യപ്പെടൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത് കൊണ്ട് പിണറായി വിജയൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് വാദിക്കുകയാണെങ്കിൽ അരുൺകുമാറെ, നിങ്ങൾ BJP-യോട് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് പ്രകാരം ഐക്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി 3ാമത്തെ തവണ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളത് കൊണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത്. നിങ്ങളുടെ ആശയം നഷ്ടപ്പെട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് സറണ്ടർ ചെയ്യുന്നത് ആ തെരഞ്ഞെടുപ്പ് ഐക്യപ്പെടൽ കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ വാദം നിങ്ങൾക്കെതിരെ തന്നെ വരുന്നു. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ജയം കൊണ്ടാണ് നിങ്ങൾ ഒരു സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൂടി ആവേണ്ടി വരും ഇല്ലേ? നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം നിങ്ങൾ കാണിച്ചിരിക്കുന്ന നിലപാട്, നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് BJP-യോട് സന്ധി ചെയ്തതാണ്. ഈ കേരളത്തിൽ ഇത്രമാത്രം ജനവിരുദ്ധമായിട്ടൊരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം ജനാധിപത്യപരമായിട്ട് ഇന്ന് ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് വിഷയത്തിനാണ് മറുപടി ലഭിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, റാഷിദ് ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും സുപ്രധാന വിഷയങ്ങൾക്ക് കേരളം കേൾക്കുന്ന മറുപടി എന്നാണ് ഇല്ലേ? ഇനി അതല്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് പറയും ഞാൻ ഊരിപ്പിടിച്ച ആളുകൾക്ക് ഇടയിലൂടെ വന്നവനാണ് എന്ന് പറയും. അതല്ലെങ്കിൽ എന്താ ഈ പറയുന്ന മറ്റേ എന്റെ കൈകൾ ശുദ്ധമാണ്, ഇനി കാലും കൂടി പൊക്കി കാണിക്ക്, ശുദ്ധമാണെന്ന് പറഞ്ഞ് കാണിക്ക്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഈ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് മുതൽ മറ്റ് അഴിമതിയും ഇവിടെ നടക്കുന്ന മറ്റു ദുഷ്പ്രവണതകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കേരളത്തിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരെണ്ണം പോലും കേസ് രജിസ്റ്റർ ചെയ്യാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഇവിടെ ഉള്ളപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാതെ കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ പേരിൽ VD സതീശനെതിരെ കേസെടുത്തു ഇല്ലേ?
രാഷ്ട്രീയമായിട്ട് വി ഡി സതീശനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ന് പിണറായി വിജയൻ നിയമസഭയ്ക്കെത്തുന്ന മാന്യതയില്ലാത്തവൻ എന്ന് വിളിച്ച വി ഡി സതീശന് ഒരു രാഷ്ട്രീയ ഔദാര്യവുമില്ലാണ്ട് നിങ്ങൾ ഉന്നയിച്ച ആരോപണം അന്വേഷിച്ചില്ലേ? എന്നിട്ട് വിജിലൻസ് കൊണ്ടേ, നിങ്ങളുടെ വിജിലൻസ് അല്ലേ കൊണ്ടേ കോടതി കൊണ്ടേ കൊടുത്തത്? ഒരു തെളിവുമില്ലാന്നു. പുനർജനി കേസ് പറഞ്ഞില്ലേ? ഇന്നാ എന്റെ പാസ്പോർട്ട് അങ്ങോട്ടേക്ക് തന്നേക്കാം, അന്വേഷിച്ചോളാൻ പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? അപ്പോ മുഴുവൻ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന പോലീസിനെ വെച്ചുകൊണ്ട് ആ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാതെ ഞാൻ അഴിമതിക്കാരനല്ല എന്ന് പറയുന്ന പാപിയായ പിണറായി വിജയനും നിങ്ങൾ വൈരാഗ്യത്തോടു കൂടി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസിലൊന്നും വൈദ്യനിര്യാതന ബുദ്ധിയോടുകൂടി അന്വേഷിച്ചിട്ട് പോലും ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയാത്ത വി ഡി സതീശനും ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്.